റോഡപകടത്തിൽപ്പെട്ടവരെ അടിയന്തരമായി ആശുപത്രിയിൽ എത്തിക്കുന്നവർക്കുള്ള പാരിതോഷികം 25,000 രൂപയായി ഉയർത്തുന്നത് കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലാണെന്ന് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി. റോഡപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിൽ എത്തിക്കുന്നവർക്ക് 5,000 രൂപ പാരിതോഷികം നൽകുന്ന പദ്ധതി 2021 മുതലാണ് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചത്. എന്നാൽ ഈ തുക മതിയാകില്ലെന്നും പാരിതോഷികം വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശം മന്ത്രാലയത്തിന് കൈമാറിയതായും ഗഡ്കരി വ്യക്തമാക്കി. മിക്ക കേസുകളിലും അപകടം സംഭവിച്ച് ആദ്യ 1 മണിക്കൂറിൽ അപകടത്തിൽപ്പെട്ട ആളെ ആശുപത്രിയിൽ എത്തിച്ചാൽ ജീവൻ രക്ഷിക്കാമെന്ന കണ്ടെത്തലാണ് പാരിതോഷികം വർദ്ധിപ്പിക്കുന്നതിലേക്ക് എത്തിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. അടിയന്തര വൈദ്യസഹായം കിട്ടാതെ നിരവധി ജീവനുകൾ റോഡിൽ പൊലിയുന്നുണ്ടെന്നും മന്ത്രി സൂചിപ്പിച്ചു. ഗതാഗത മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ നല്ല സമറായൻ എന്ന വിശേഷണമാണ് റോഡപകടത്തിൽപ്പെട്ടവരെ സഹായിക്കുന്നവർക്ക് നൽകിയിരിക്കുന്നത്. പ്രതിഫലേച്ഛയില്ലാതെ സ്വമേധയാ സഹായം നൽകുന്നവരെന്ന വിശേഷണവും ഇവർക്ക് നൽകിയിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ വ്യത്യസ്ത തലത്തിലുള്ള പരിശോധനകൾക്ക് ശേഷമാണ് പ്രതിഫലം നൽകുന്നത്. അതേസമയം പദ്ധതി പ്രഖ്യാപിച്ചതിന് ശേഷം ഇതുവരെ എത്ര പേർക്ക് പ്രതിഫലം നൽകിയെന്ന വിവരം വ്യക്തമല്ല. നേരത്തെ റോഡപകടത്തിൽപ്പെടുന്നവർക്ക് ആദ്യ മണിക്കൂറിൽ 1,50,000 രൂപ ചികിത്സാ സഹായം നൽകുന്ന പദ്ധതി വ്യക്തത വരുത്തി അവതരിപ്പിക്കാൻ കേന്ദ്രത്തോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടിരുന്നു.